പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി എഴുന്നള്ളിയിരിക്കുന്ന ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും പ്രാർത്ഥനകളെയും നിയമങ്ങളെയും കൊണ്ടുവന്ന് വെക്കാം. ഒരുപാട് പ്രാർത്ഥനകളുമായി ഈ താരമുമ്പിലേക്ക് ഈ ദിവസം നാം കടന്നു വന്നുവെങ്കിൽ കഴിഞ്ഞൊരു മാസക്കാലം തവരാൻ നമുക്ക് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ തിരുമുമ്പിലായിരിക്കും. നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിൽ ഇങ്ങനെ ആന്തോളനം ചെയ്യുന്നൊരാത്മാവുമായി നാം ജീവിക്കുമ്പോൾ നന്മ തിരഞ്ഞെടുക്കുവാനുള്ള പ്രയാസങ്ങളും ബന്ധനങ്ങളും പലപ്പോഴും അനുഭവിക്കുമ്പോൾ ദൈവം വിടുതലിൻ്റെ ദൈവമായ ദൈവം നമുക്ക് വേണ്ടി അവിടുത്തെ പുത്രനെ ഈ മണ്ണിലേക്ക് അയച്ചിരിക്കുന്നു. അവിടുന്ന് ഒരു അപ്പകഷ്ണമായി നമ്മുടെ മധ്യയെ എഴുന്നള്ളിയിരിക്കുന്നു. വിശുദ്ധ യൂദാശ്ലീഹായുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ വിശുദ്ധരെല്ലാം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഇവിടെയായിരിക്കുമ്പോൾ ചിറകു വിരിച്ച മാലാഖമാർ സ്തുതിഗീതങ്ങളുമായി എൽത്താരയ്ക്ക് ചുറ്റും വലം വെക്കുമ്പോൾ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേപിതാവും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമ്പോൾ ഇവിടെ ഒന്നും നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത വ്യക്തികളെന്ന നിലയിൽ, ബന്ധിതരായ മനുഷ്യരെന്ന നിലയിൽ തമ്പുരാൻ നിന്ന് വിടുതലിൻ്റെ അനുഭവം സ്വന്തമാക്കുവാൻ നാം ഈ എൽത്താര മുമ്പിൽ അണഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുറവുകളെയും ദൈവത്തിന് മുമ്പിലേക്ക് സമർപ്പിച്ച് ദൈവ സാന്നിധ്യബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തമ്പുരാനെ എനിക്ക് യോഗ്യതയില്ല, ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ കഴിയാതെ ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭകനായ മനുഷ്യനാണ് ഞാനെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഒരു തമ്പുരാനെ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാതിരുന്നിട്ടും കള പോലെ പറിച്ചു കളയാതെ നീ വിള പോലെ ഈ അൽത്താര മുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എങ്കിൽ ദൈവമേ നിനക്ക് നന്ദി. അവിടുത്തെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത നമുക്ക് അവിടുത്തെ അനുഗ്രഹത്തിനും കരുണയ്ക്കുമായി യാചിക്കുവാനായി ദൈവമേ വിനീത ഹൃദയത്തോടുകൂടി പശ്ചാത്താപത്തിന്റെ ഹൃദയവുമായി നിന്റെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. കൽപ്പനകൾക്ക് വിഘാതമായി നമ്മുടെ ജീവിതത്തിൻ്റെ മനസ്സാക്ഷിക്ക് വിഘാതമായി ഒക്കെയും ചെയ്തു പോയ, ചിന്തിച്ചു പോയ, കണ്ടുപോയ എല്ലാ കാര്യങ്ങളെയും ദൈവത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും എൻ്റെ ജീവിതത്തിൽ വന്നു